ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശിന്റെയും ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നയനയും കൂട്ടിക്കൊണ്ട് ദേവയാനി തിരിച്ച് അനന്തപുരി തറവാട്ടിലെത്തി കേട്ടോ. എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോഴും നമ്മുടെ ദേവയാനി പറയുന്നത് വേറെ ഒന്നുമല്ല, ആദർശിന്റെ ആ ഒരു പരിഭവവും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും ഒക്കെ കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് താൻ തൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ അവളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ പരിഗണന കൊടുക്കാനോ ഒന്നുമല്ല അവളെ ഇവിടെ കൊണ്ടുവന്നത്. മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ വയസ്സാം കാലത്ത് അവര് ഒരവസ്ഥയിലാണല്ലോ ഉള്ളത്. ഒന്നാമത് മുത്തശ്ശന് അസുഖമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും കൂടുതൽ പ്രഷർ ആകണ്ടല്ലോ ഒന്ന് ഓർത്ത് കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് ഒരു തരത്തിലങ്ങ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ആദർശം നയനിയും തമ്മിലുള്ള പിണക്കം അത് കുറച്ചെന്താ പറയാ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. നമ്മുടെ ആദർശ് വിളിച്ചിട്ട് നയന വന്നില്ല, ദേവയാനി വിളിച്ചിട്ടാണല്ലോ നയന വന്നത്. അപ്പം ആദർശന് ആ ഒരു പരിഭവവും പരാതിയൊക്കെ നയനയോടുണ്ട്. അങ്ങനെ നയന ആ വീട്ടിൽ ആദ്യം വന്നതിന് ശേഷം ബാക്കി എല്ലാവരുടെയും ഒരു അഭിപ്രായമൊക്കെ കേട്ടല്ലോ. ജാനകിക്കും ജലജയ്ക്കും തീരെ അഭിപ്രായമില്ല. ജാനകിയും ജലജയും പറയുന്നത് ദേവയാനി ഇപ്പൊ വെറും നട്ടല്ലില്ലാത്തവളാണെന്നും മരുമകളെ നിലയ്ക്ക് നിർത്താൻ അറിയത്തില്ല എന്നും മരുമകളുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ജാനകി നമ്മുടെ ജലജയും ഈ സമയത്ത് അനാമിക ഈ വീട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ. അനാമിക ആണെങ്കിൽ ഇപ്പോഴും നമ്മുടെ വേണുവിന്റെയും രേവതിയുടെയും കൂടെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമിക ഇപ്പം വലിയ പ്രശ്നത്തിനോ എന്താ പറയാ അനാമികയുടെ ആ ഒരു ഭാഗം കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നയന നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ ആദർശ് പറഞ്ഞു, മനസ്സിലായി, സത്യത്തില് നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ വന്നേനേലോ എന്നിങ്ങനെ ആദർശ് പറഞ്ഞപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, അത് പിന്നെ ആദർശേട്ടാ, എനിക്ക് ആദർശേട്ടനോടും ആദർശേട്ടന്റെ അമ്മയോടും എൻ്റെ അമ്മയോടും എല്ലാവരോടും സ്നേഹമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആരുടെയും ഒരാളുടെ സ്നേഹം എനിക്ക് വേണ്ട. എനിക്ക് സ്നേഹം എല്ലാവരുടെയും വേണം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പിണങ്ങുമല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ അവരെ കാണാനോ സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ആദർശേട്ടൻ്റെ അമ്മയോട് ആദർശേട്ടൻ അങ്ങനെ മിണ്ടാതിരിക്കുവോ, സംസാരിക്കാതിരിക്കുവോ, കാണാതിരിക്കുവോ? എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നിന്റെ ഓരോ ന്യായീകരണം അല്ലേ നയന. ആ ഒരു സമയത്ത് നീ എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കും എന്ന് എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പറയായിരുന്നു. ഇതിപ്പം എല്ലാവരും പറഞ്ഞു നടക്കുന്നതേ ഇപ്പം നിനക്ക് എന്നോട് സ്നേഹമില്ല, ബഹുമാനമില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊക്കെയാന്ന് പറയുമ്പോ അല്ല, അതാരൊക്കെയാ പറഞ്ഞു നടക്കുന്നത്? വേറെ ആരും അല്ലായിരിക്കും, അപ്പച്ചിയൊക്കെ ആയിരിക്കും. അപ്പച്ചി ഇളയമ്മയൊക്കെ ആണല്ലോ ഇത് പറഞ്ഞു നടക്കുന്നത്. ഒരിക്കലും എനിക്ക് ആരോടും ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ ഒന്നുമില്ല ആദർശേട്ടാ. എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നും എപ്പോഴും അപ്പോഴും എനിക്ക് വേണ്ടത് എല്ലാവരുടെയും സ്നേഹമാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരാളുടെ പരിഗണന കൂടുതൽ വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഞാൻ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുപോലെ എന്നെയും എല്ലാവരും സ്നേഹിക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ സാരമില്ല. എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോൾ നീ വന്നല്ലോ, അതെന്തുകൊണ്ടപ്പം ഞാൻ വിളിച്ചപ്പം വന്നില്ല? നിന്റെ അമ്മ പറഞ്ഞായിരുന്നു, നിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു, എൻ്റെ അമ്മ സ്നേഹത്തോടു കൂടി നിന്നെ വിളിച്ചാൽ മാത്രമേ, അരുമകളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടത്തുള്ളൂ. ഏതായാലും എൻ്റെ അമ്മ നിന്നോട് സ്നേഹത്തോടു കൂടിയൊന്നും അല്ലല്ലോ പെരുമാറിയത്. അങ്ങനെയും അല്ല വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടതാ, എൻ്റെ മകന് വേണ്ടിയാണെന്ന്. ഇത് തന്നെയായിരിക്കുമല്ലോ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്. അപ്പം നിനക്ക് വരാൻ പറ്റും. അപ്പം ഞാൻ വിളിച്ച സമയത്ത് നിനക്ക് വരാൻ പറ്റില്ല. അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ലേ എന്ന് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയാം. അപ്പം വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ നയനയുള്ളത്. അപ്പം ദേവയാനി നയനയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ആദർശന് ഇപ്പം എന്താ പറയുക, വല്ലാത്തൊരു രീതിയിൽ എന്നോട് പെരുമാറുന്നത്. ആ പഴയ സ്നേഹമൊന്നും ഇല്ല, ആ പഴയ രീതിയിൽ എന്നെ പരിഗണിക്കുന്നുമില്ല എന്ന് പറഞ്ഞപ്പം അത് അവൻ്റെ കുറച്ച് നേരത്തെ ദേഷ്യമൊക്കെ കാണത്തുള്ളൂ. അവനെ എനിക്കറിയാന്നല്ലേ മോളെ, അത് അവനിപ്പം ആ ഒരു വാശിയിൽ നിൽക്കുന്ന. ഏതായാലും അവൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ, ഞാൻ വിളിച്ചപ്പോഴാണല്ലോ നീ വന്നത്. അപ്പൊ ആ ഒരു വാശി ഏതായാലും ഏതൊരു ഭർത്താക്കന്മാർക്കും കാണും, ചിന്തിക്കും. പക്ഷെ അവനറിയില്ലല്ലോ നമ്മൾ തമ്മിൽ സ്നേഹമാണെന്നും അത് കനകദുർഗയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞെന്നൊന്നും അറിയില്ലല്ലോ. അതിൻ്റെ ഒരിതാ.
അതുകൊണ്ട് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല, വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആദർശേട്ടനോട് മാത്രം ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ. അയ്യോ വേണ്ട മോളെ, ആദർശ് അറിയാൻ പാടില്ല. ആദർശ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരിക്കലും ശരിയാവില്ല. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലും കൂടെ ഈ കളി അങ്ങ് മുന്നോട്ടേക്ക് പോട്ടെ. ആരും അറിയാതെ നമുക്ക് ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് കാണാലോ. പിന്നെ മോളുടെ വീട്ടുകാര് അവസരം ഒരുക്കി തരൂലോ നമുക്ക് കാണാൻ വേണ്ടി. വേണമെങ്കിൽ നമുക്ക് സംസാരിക്കണം എന്നുള്ളപ്പം അവിടെ പോവുകയും ചെയ്യാം. അല്ലെങ്കിലും കനകദുർഗയും ഗോവിന്ദനും നിന്റെ അനിയത്തി നന്ദുവും നവ്യും ഒക്കെ ആയിട്ട് ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക എനർജി ഉണ്ടല്ലോ, അത് സത്യത്തിൽ ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നിന്റെ അമ്മയുടെ കൈപുണ്യം നിനക്ക് കിട്ടിയേക്കുന്നതെന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത്ര ടേസ്റ്റ് അല്ലേ. പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാതിരുന്നത് അത് അത് പിന്നെ അറിയാലോ മോളെ, എനിക്ക് അന്ന് മോളെ ഇഷ്ടമൊന്നും അല്ലായിരുന്നല്ലോ. അത് മാത്രമല്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പരമാവധി ഓർക്കാൻ ശ്രമിക്കാറുമില്ല. എനിക്കറിയായിരുന്നു മോളുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന്. പക്ഷെ അത് അംഗീകരിച്ച് തരാതിരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത മരുമകളായിരുന്നല്ലോ അന്ന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതൊന്നും സാരമില്ലമ്മേ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞു പോയ കഥകളല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ല മോളെ, എനിക്ക് മോളോട് പറയാനുള്ളത് ഇനി വേറൊന്നുമല്ല, അനിയുടെ കാര്യമാണ്. അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വല്ലാത്തൊരു വേദനയാണ് നെഞ്ചിനകത്ത്. ആദർശിന്റെ ജീവിതം നന്നായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ അഭിയും നവ്യും ആണെങ്കിൽ നല്ല രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്നാണ് നമ്മളോട് നവ്യ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളായിട്ട് പോകുന്നത് അനിയുടെ ജീവിതമാണ്. അവന്റെ ജീവിതം എങ്ങനെയാ ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കുക? അനാമികയെ വിളിച്ചോണ്ട് വരാൻ പോകാൻ അവൻ കൂട്ടാക്കുന്നില്ല. ഒരു കാര്യം ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുക. ഞാൻ അങ്ങ് പോട്ടെ, അനാമികയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവൾക്ക് ഞാൻ വാക്കു കൊടുക്കാം. അവനെ ഇനി അനി സങ്കടപ്പെടുത്തില്ല എന്ന്, അവളെ സങ്കടപ്പെടുത്തില്ല എന്ന്. അല്ലെങ്കിൽ പിന്നെ അനി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം വല്ലാത്തൊരു പ്രശ്നം തന്നെയാ. മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ ആ അനാമികയുടെ കാര്യം ഓർത്തിട്ട് വലിയ സങ്കടമൊന്നുമില്ല. എനിക്ക് അനാമികയെ ഓർത്തിട്ടല്ല സങ്കടം, എൻ്റെ അനിമോനെ ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. ബാക്കി എല്ലാവരും കുടുംബത്തോടു കൂടി കുട്ടികളുമായി നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം ഇങ്ങനെ പാഴായി പോകാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, നന്ദുവായിട്ട് ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനയാകുന്നത് ജാനകിക്കായിരിക്കും. ഒരു പക്ഷേ ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ മോളുടെ കൂടെ നിന്ന് ആ ഒരു കല്യാണം നടത്തി കൊടുത്തേനെ. അനിയും നന്ദുവും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ കുടുംബം ഒന്നും കൂടി കളർഫുൾ ആയേനെ. ഇതിനിടയിൽ അനാമിക വന്നതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എനിക്കറിയാം പാലിൽ വിഷം കലർത്തിയത് ആരാണെന്നും അത് ആർക്ക് കൊടുത്തതാണെന്നും അതെങ്ങനെ എനിക്ക് കിട്ടിയെന്നും ഒക്കെ എനിക്കും കുറച്ച് മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം കണ്ണടച്ച് നിൽക്കുകയാണ്. ഒരു കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമല്ലോ. അതുമാത്രമല്ല, ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പലതും മൂടി വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോളെ. അതുകൊണ്ട് മാത്ര, അല്ലാതെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞൊന്നും നടക്കുന്നതല്ല കേട്ടോ ഈ അമ്മ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മുടെ അനാമികയല്ല സോറി നയനയും പറയുന്നുണ്ട്, അമ്മ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, അനാമിക അവരുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടുമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. അതുമാത്രമല്ല, അനിയും അനാമികയും തമ്മിലുള്ള അകലം കൂടും. എങ്ങനെയെങ്കിലും അമ്മ പോയി അനാമികനെ വിളിച്ചുകൊണ്ട് വരണം. ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്നെ അമ്മ വിളിച്ചോണ്ട് വന്നല്ലോ. എന്നെ അമ്മ വിളിച്ചോണ്ട് വന്ന സ്ഥിതിക്ക് അനാമികയെ ഇനി കൂട്ടിക്കൊണ്ട് വന്നില്ല എങ്കിൽ ഒരുപക്ഷെ അതും ചോദ്യം ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് അമ്മ അനാമികയെ പോയി കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയെ കൂട്ടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി അനാമികയെ പോയി വിളിക്കുകയും വിളിച്ചോണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വേണുവിന്റെയും രേവതിയുടെയും സംസാരം സഹിക്ക പറ്റാതെ എന്താ പറയാ, തിരിച്ച് മറുപടി ഒന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. എന്തിനാണ് ദേവയാനി ചേച്ചി സ്വന്തം മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നത്? അങ്ങനെ ഒരു മരുമകൾ എന്തിനാ ദേവയാനി ചേച്ചിക്ക്? ദരിദ്രവാസികള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. ഇങ്ങനെ ആക്ഷേപിച്ച് കഴിയുമ്പോഴത്തേക്കും ദേവയാനിക്ക് മനസ്സിന് ചെറിയ സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രകടമാക്കാൻ പറ്റില്ല ദേവയാനിക്ക് വേണുവിന്റെയും രേവതിയുടെയും മുന്നിൽ. ഒരു വിധത്തില് നമ്മുടെ ദേവയാനി അനാമികയെ അനന്തപുരി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കും അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ പോയി കാല് പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്? അതിന് ഞാൻ കാല് പിടിച്ചിട്ടൊന്നുമില്ലല്ലോ അനി, അവൾ ഇവിടെ നിൽക്കേണ്ടതാണ്. അവൾ ഇവിടുത്തെ മരുമകളല്ലേ, അപ്പൊ അവൾ ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത്. മോനോട് ഞാൻ കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. മോനെ, ജീവിതം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് തീർക്കാനൊന്നും ഉള്ളതല്ല. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. അത് നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. അതിനു മോൻ ഇനി ചെയ്യേണ്ടത് വേറൊന്നുമല്ല, അനാമികയെ സ്നേഹിച്ചു തുടങ്ങണം.
ഒരു ഭാര്യ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണും സഹിക്കില്ല. അതുപോലെ തന്നെയാണ് അനാമികയും. അതുകൊണ്ടാണ് അവക്ക് നിന്നോട് സ്നേഹമില്ലാത്തത്. പിന്നെ എന്താ വല്യമ്മ കരുതിയത്? അതുകൊണ്ടാണ് അവക്ക് എന്നോട് സ്നേഹമില്ലാത്തത്. ഞാന് നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നന്ദുവിന്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് അവക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതെന്ന് വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് വെറും തോന്നല് മാത്ര. പണ്ട് മുതലേ അവക്ക് എന്നെ ഇഷ്ടമല്ല. പിന്നെ അവക്ക് ഈ അനന്തപുരി തറവാട്ടിലെ മകളാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അനന്തപുരി തറവാട്ടിൽ കയറി പറ്റാൻ വേണ്ടി അവള് എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് പുറകിലേക്ക് ചിന്തിക്കാം. അതുപോലെയായിരുന്നു അവളുടെ വർത്താനമൊക്കെ. നമ്മള് ആരും മയങ്ങി വീഴുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. അതുമാത്രമല്ല, ഈ വിവാഹം അടുത്തു കഴിഞ്ഞപ്പം ഞാൻ പല രീതിയിൽ ഒഴിഞ്ഞു മാറിയതാ. എന്നിട്ടും അവൾ അള്ളി ഇരിക്കുന്നത് പോലെയാ അള്ളി ഇരുന്നത്. ഒരുപക്ഷെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ വശീകരിച്ചെടുത്തത് കൊണ്ടാ ഈ കല്യാണവും കഴിഞ്ഞത്. അവക്കറിയായിരുന്നു മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ വശീകരിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കുമെന്ന്. അതുകൊണ്ട് അവൾ ഓരോ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കി മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ മനസ്സിൽ ആദ്യം പിടിച്ചു പറ്റി. അവക്കറിയാം എവിടെയാണ് ആ ഒരു നോട്ട് കളിക്കേണ്ടത് എന്ന് നന്നായിട്ട് അവളറിയാം. ആ കളി തന്നെയാണ് അവൾ കളിച്ചിരിക്കുന്നത്. ഈ അനന്തപുരി തറവാട്ടില് അവൾ കയറി കൂടിയതും അതെ, ഞാൻ ഭർത്താവാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അവക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളാവുകയും കുറെ പേരുടെ മുമ്പിൽ പൊങ്ങച്ചം അടിച്ച് നടക്കുകയും ഒക്കെ ചെയ്യണം. പിന്നെ ഈ നാട്ടിൽ പൊതുവെ കുറച്ച് പേരൊക്കെ ഉണ്ട്. വേണു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നും അല്ല. അയാൾ എങ്ങനെയോ കള്ളക്കളിയൊക്കെ കളിച്ച് കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വഴി പോയിട്ടും ഉണ്ടെന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ല, വല്യമ്മയ്ക്ക് അറിയാലോ അവള് വിവാഹം കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ടൊരു ഒരു കാറ് കൊണ്ടുവന്ന കാര്യം. അതെ, എനിക്കറിയാം. ആ കാർ ഇപ്പൊ എവിടെ പോയി? ആ കാറ് കാണാനുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ആ പല കാര്യങ്ങളും. അവളുടെ സ്വർണം കാണാനില്ല, കാറ് കാണാനില്ല. ഇതൊന്നും ഞാൻ ചോദ്യം ചെയ്യാറുമില്ല. അവൾക്ക് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. പിന്നെ എന്നെ അവള് സ്നേഹിക്കുന്നുണ്ടെന്ന് വല്യമ്മ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ഒരിക്കലും അവൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവക്കിപ്പോ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അനന്തപുരി തറവാടിന്റെ താക്കോല് കൈക്കലാക്കണം. അതിനുവേണ്ടി അവള് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങള്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, മോനെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയുടെ സങ്കടം കാണാൻ നിനക്ക് പറ്റുമോ? ഏതായാലും ജാനകിക്ക് ഇനി അനാമികയില്ലാതെ പറ്റില്ല. കാരണം അത്രമാത്രം അവള് അനാമികയെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുമകളായിട്ട് അംഗീകരിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അവളുമായിട്ടുള്ള വേർപാട് അത് കൂടുതൽ വേദനിപ്പിക്കുന്നത് മുത്തച്ഛനെയും മുത്തശ്ശിനെയും ഈ പറയുന്ന ജാനകീനെയൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നിൽക്കണ്ടേ? അതും മാത്രമല്ല, ഈ കുടുംബത്തിൽ ഇതുവരെ ഒരു ഡിവോഴ്സ് എന്ന ചീത്തപ്പേര് ഉണ്ടായിട്ടില്ല. അത് മോനായിട്ട് വരുത്തി വെക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. ഏതായാലും ദേവയാനിയുടെ ഉദ്ദേശം നടക്കുവോ? നമ്മുടെ അനാമികേനെ പിടിച്ച് പൂട്ടാൻ പറ്റുമോ? അതോ ഇനിയിപ്പം അനാമിക കയറും പൊട്ടിച്ചോണ്ട് ഓടും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഉടനെ തന്നെ വരാൻ പോകുന്ന വിശേഷമാട്ടോ ഇത്. അപ്പം നമ്മുടെ ഇന്നത്തെയും നാളത്തെയൊക്കെ വിശേഷം ഇടുന്നത് മെയിൻ ചാനലിലാണ്. അതിൽ കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് നമ്മുടെ നാളത്തെ വിശേഷവും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൂടെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.